നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കരയിൽ നടന്നു. ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ആസിഫിന്റെ മരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിച്ച് നേതാക്കൾ. നവ്യാനുഭൂതി പകർന്ന് ഉപ്പളക്കാർ സംഗമം. ദുബായിൽ ഒത്തുചേർന്നത് 2000-ലധികം പ്രവാസികൾ. മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കുള്ള പോരാട്ടത്തിൽ SDPI ഇത്തവണ സ്വതന്ത്രരായി മത്സരിക്കും. പ്രകടന പത്രിക പുറത്തിറക്കി. ചരിത്രപ്രസിദ്ധമായ ബായാർ ജാറം മഖാമുറൂസിന് തുടക്കമായി. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഖാമുറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. കോടോംബേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതയുടെ കരുത്തിന് മുതിർന്ന തലമുറ പിന്തുണ നൽകി വേണം മുന്നോട്ടു പോകുവാനെന്നും രാഷ്ട്രത്തിന്റെ സമ്പത്ത് യുവതി യുവാക്കളാണെന്നും IT രംഗത്തുൾപ്പെടെ അവരുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ സാങ്കേതിക വിദ്യ അതിവേഗം കുതിച്ചു പോവുകയാണ്. ഈ നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം അനുദിനം പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലാണ്. ഇവിടുത്തെ പുതിയ തലമുറ അതൊക്കെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ വന്നാൽ ഈ ജനകീയ ശക്തി ഇത്രയുള്ള യൂറോപ്പിലൊന്നും ആളുകളില്ല. യൂറോപ്പിലൊക്കെ ആള് കുറവാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം ജനകീയ ശക്തി ആളുകളുണ്ട്, യുവാക്കളുണ്ട്. യുവശക്തി എന്ന് പറഞ്ഞാൽ ചെറിയ ശക്തിയല്ല. ഏത് സമ്പത്തിനേക്കാളും വലിയ സമ്പത്ത് ഈ ജനകീയ ശക്തിയാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ പൊറായിക് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി, പഞ്ചായത്ത് UDF കൺവീനർ DM സുകുമാരൻ, TCA റഹ്മാൻ, AGC ബഷീർ, PKC റൌഫ്, അഷ്റഫ് പള്ളിക്കണ്ടം, സത്താർ വടക്കുംപാട്, ലത്തീഫ് നീലഗിരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. SIR, വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് ദുരുദ്ദേശപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാണാപ്പുറങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര വഖഫ് നിയമപ്രകാരം വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമത്തിന്റെ ഭാഗമായി രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ വിവരണം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിച്ച് കർണാടകയിലെ മുഴുവൻ സ്വത്തുക്കളും അപ്ലോഡ് ചെയ്ത കർണാടക സർക്കാർ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നോക്കി SIR, വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ കൊണ്ടുവന്നത് ദുരുദ്ദേശപരമാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഇതൊക്കെ വളരെ ഇപ്പോൾ നമുക്കറിയാം. SIR വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യം. സമയമില്ല, വേഗം എന്താ ഈ രാജ്യം യുദ്ധകാലടിസ്ഥാനം ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വോട്ട്, റൈറ്റ്, എവരി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു വോട്ട്. അവരുടെ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയമില്ലാതാക്കി ബുദ്ധിമുട്ടാക്കി പോകണം. അപ്പോൾ അതിന് നമ്മൾ ഈ റീസെൻ്റ്ലി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വി ഹാഡ് കോൾഡ് ഓൾ ദി മുസ്ലിം ഓർഗനൈസേഷൻസ്. കർണാടക വഖഫ് ന്യൂനപക്ഷ ഹൗസിംഗ് വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. സെയ്ദ് ഹാദി തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രമുഖ നിയമവിദഗ്ധനും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, N. നെല്ലിക്കുന്നി MLA, AKM അഷ്റഫ് MLA, KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി, കർണാടക PCC വൈസ് പ്രസിഡന്റ് ഇനായത്ത് അലി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ചെങ്കള അബ്ദുല്ല ഫൈസി, സെക്രട്ടറി സിദ്ദിഖ് നദ്വി ചേരൂർ, മാലിക് ദിനാർ, വലിയ ജുമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി, മുഹിമാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുല്ല കുഞ്ഞി ഫൈസി, KNM ജില്ലാ സെക്രട്ടറി AP സൈനുദ്ദീൻ, KNM മർക്കസുദ്വ ജില്ലാ സെക്രട്ടറി അബ്ദുർ റൌഫ് മദനി, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി ഷഫീഖ് നസറുള്ള, SMF ജില്ലാ ജനറൽ സെക്രട്ടറി APP കുഞ്ഞഹമ്മദ് ചന്ദേര, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കൺവീനർ ഇംതിയാസ്, MES ജില്ലാ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, MSS ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജി, ഇമേജ് കാസർഗോഡ് സെക്രട്ടറി അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, KEA ബക്കർ, AM കടവത്ത്, TA മൂസ, അബ്ദുൽ റഹ്മാൻ 14, M അബ്ബാസ്, AB ഷാഫി, TCA റഹ്മാൻ, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങി നിരവധി പ്രമുഖർ കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം വായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിച്ച് നേതാക്കൾ. ആസിഫിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുവാൻ തിരുവനന്തപുരത്തേക്ക് ആളെ വിട്ട് ഇടപെടൽ നടത്തിയെന്ന യുവജന നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആസിഫിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതയാണുള്ളതെന്നും വിഷയത്തിൽ ആസിഫിന്റെ മാതാവിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കെട്ടടങ്ങുന്നില്ല. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചതാണ് ആസിഫിന്റെ മരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകുവാൻ കാരണമായത്. ഇവർ വാർത്താ സമ്മേളനം നടത്തി തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും അന്വേഷണത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി ആസിഫിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. തെറ്റായ പ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ ഉമ്മ രംഗത്തെത്തുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ അവ്യക്തത പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിടുകയും നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള വാക്പോര് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ മുറുകുകയും ചെയ്തിട്ടുണ്ട്. ആസിഫിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുവാൻ തിരുവനന്തപുരത്തേക്ക് ഒരു ഏരിയ കമ്മിറ്റിയെ വിട്ട് ഇടപെടൽ നടത്തിയെന്ന യുവജന നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആസിഫിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതയാണുള്ളതെന്നും വിഷയത്തിൽ ആസിഫിന്റെ മാതാവിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിലെല്ലാം പ്രചരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഭാഗമാണ് ആസിഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ തന്നെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിടുകയും അവിടെ ഇരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതേപോലെ ഈ വിഷയം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ആ ഒരു വിഭാഗം ഉണ്ടോ, ഈ കേസിലുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരു മറുപടിയും നൽകാൻ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ CPM പാർട്ടിക്കോ സാധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ആ ഏരിയ കമ്മിറ്റി അംഗം കാലങ്ങളായിട്ട് തിരുവനന്തപുരത്തുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ ഏരിയ കമ്മിറ്റി അംഗം അവിടെ ഇരിക്കുന്നുണ്ടോ, അത് കിടന്നുറങ്ങിപ്പോയോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ആസിഫിൻ്റെ ഉമ്മായുടെ ആ കണ്ണുനീരിന് ഉള്ള ഒരു മറുപടിയാണ് വേണ്ടത്. ആ സഹോദരിമാരടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിന്, ആ നാട്ടുകാരുടെ ആവള എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആ ആസിഫിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ആ അവിടുത്തെ ആവള വാർഡിലെ ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. ആസിഫ് എങ്ങനെ കൊല്ലപ്പെട്ടു? അത് മാത്രമാണ്, അതിന് മാത്രമുള്ള ഒരു ഉത്തരവാണ് ആ ഗ്രാമത്തിന് ആവശ്യം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആസിഫിന്റെ കുടുംബം.
കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഉന്നത അന്വേഷണത്തിന് ശ്രമം നടത്തിവരികയാണെന്നും അത് മാത്രമാണ് ഇപ്പോൾ തങ്ങൾക്ക് ഏക ആശ്വാസമെന്നും ആസിഫിന്റെ ഉമ്മ പറയുന്നു. ജനുവരി 15-നാണ് പൈവളികെ കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. ആസിഫ് പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്നും ടിപ്പർ ലോറിയുമായി പുറത്തേക്കിറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പോലീസിനും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയത്. വീട്ടിൽ നിന്നും മാറി 3 കിലോമീറ്റർ അകലെയാണ് ലോറിയും മൃതദേഹവും കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. മരണം നടന്നു 1 വർഷം കഴിഞ്ഞിട്ടും കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തുവാനും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഇതിനിടെ BJP മൈനോറിറ്റി മോർച്ചയുടെ നേതാക്കൾ ആസിഫിന്റെ വീട്ടിലെത്തുകയും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമുണ്ടായാൽ കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയും ആസിഫിന്റെ കുടുംബം പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവ്യാനുഭൂതി പകർന്ന് ഉപ്പളക്കാർ സംഗമം. ദുബായിൽ ഒത്തുചേർന്നത് 2000-ലധികം പ്രവാസികൾ. ദുബായ് കിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രവാസ ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിന്റെ മുഖ്യ ആകർഷണം 1000 സെന്റിമീറ്റർ നീളവും 100 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു. ഉപ്പളക്കാർ പ്രീമിയർ ലീഗിന്റെ 3-ാം പതിപ്പിന് ഗംഭീര സമാപനം. UAE ദേശീയ ദിനത്തിൽ ദുബായ് കിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളോടെയാണ് സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. വ്യവസായ പ്രമുഖനും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പള മുഖ്യാതിഥിയായിരുന്നു. പ്രവാസ ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിന്റെ മുഖ്യ ആകർഷണം 1000 സെന്റിമീറ്റർ നീളവും 100 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി പ്രഭാഷണം നടത്തി. 5 ടീമുകൾ മത്സരിച്ച പൊമോന ട്രോഫിക്കായുള്ള സോക്കർ ലീഗിൽ സെറ്റ് ഗെയ്സ് അതീക്ക ചാമ്പ്യന്മാരായി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ജൂനിയർ ഫുട്ബോൾ മത്സരവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. കൂടാതെ സ്ത്രീകൾക്കായി വിവിധ വിനോദ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ഗെയിമുകളും സംഗമത്തിന് മാറ്റുകൂട്ടി. പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന ഗാനവിരുന്നും കൈകൊട്ട് പാട്ടുൾപ്പെടുന്ന കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ, അസീസ് അയ്യൂർ, ഹനീഫ് ഉപ്പളാഗേറ്റ്, PD നൂറുദ്ദീൻ, അഷ്റഫ് ബായാർ, ആസിഫ് ഹൊസങ്കടി, ഇബ്രാഹിം ബേരിക്കെ, ജബ്ബാർ ബൈദല, അബ്ദു കൈസർ, ഹനീഫ് ഗ്യാസ്റ്റെക് തുടങ്ങിയവർ സംബന്ധിച്ചു. ജമാൽ പുതിയോത്ത, സിദ്ദിഖ് ബപ്പായി തൊട്ടി, സുബൈർ കുമണ്ണൂർ, ഖാലിദ് മണ്ണംകുഴി, ഇദ്രിസ് അയ്യൂർ, ഇക്ബാൽ പള്ള, അൻവർ മുട്ടം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കുള്ള പോരാട്ടത്തിൽ SDPI ഇത്തവണ സ്വതന്ത്രരായി മത്സരിക്കും. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. മുസ്ലിം ലീഗും BJPയും തുല്യശക്തികളായ കേരളത്തിലെ വടക്കേയറ്റത്തുള്ള ഗ്രാമമായ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ മികച്ച പോരാട്ടം നടത്തുവാനാണ് SDPI ലക്ഷ്യമിടുന്നത്. ഇതിനായി SDPI ഇത്തവണ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. പഞ്ചായത്തിലെ 7 വാർഡുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വാർഡുകളിൽ ജനപ്രീതി നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു. എല്ലാ വാർഡുകളിലും സ്മാർട്ട് അംഗൻവാടികൾ സ്ഥാപിക്കൽ, ആരോഗ്യ സേവനങ്ങളുടെ നവീകരണം, പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളുടെ വികസനം, ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കൽ, കുടിവെള്ളം എല്ലാവർക്കും ഉറപ്പാക്കൽ, തെരുവിളക്കുകളുടെ നവീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2025-30 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയാണ് നാം ഇവിടെ വിടുകട ചെയ്തത്. 2025 ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൽ പാർട്ടിയുടെയും പാർട്ടി സ്വതന്ത്രരായി 15ഓളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കരുത്തരായ മണ്ഡല പ്രസിഡന്റ് അടക്കമുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. തീർച്ചയായും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണം SDPI പിടിച്ചെടുക്കുമെന്നതിലൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ
പ്രാവശ്യം ഭരണത്തിലേക്ക് കയറിയാൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ വാർഡുകളിലും സ്മാർട്ട് അംഗനവാടികൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നവീകരണം നടപ്പിലാക്കും. ആരോഗ്യ മേഖല അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും. ഇങ്ങനെയുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കാര സംവിധാനം നടപ്പിലാക്കും. സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കും. 100% തെരുവ് വിളക്കുകൾ 100% അറ്റകുറ്റപ്പണികൾ തെരുവ് വിളക്കുകളുടെ നവീകരണം നടത്തും. അതുപോലെ തന്നെ പഞ്ചായത്തിൽ PSC കോച്ചിംഗ് സെൻറ്റർ സ്ഥാപിക്കും. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി, സ്ഥാനാർത്ഥികളായ ജയകുമാർ VD, ഷെരീഫ് പാവൂർ, യാക്കൂബ് കാസെ, ഹാരിസ് ഉദ്യാവർ, ഷബനാസ്, സപ്രീന KM, മറിയാമ്മ, റസിയ ബാനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡിന്റെ ചികിത്സാ രംഗത്ത് പുതിയൊരു അധ്യായം എഴുതിച്ചേർത്ത് ഡയാലൈഫ് ഹോസ്പിറ്റൽ. 2 മാസം പ്രായമുള്ള കുട്ടിയുടെ മൂത്രനാളത്തിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്താണ് ഡയാലൈഫ് ചികിത്സാ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചത്. ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് 2 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ വൃക്കയ്ക്കും മൂത്രനാളിക്കും ഇടയിലുണ്ടായിരുന്ന തടസ്സം വിജയകരമായി നീക്കം ചെയ്തത്. 2 മാസം പ്രായമുള്ള കുട്ടിയിൽ നടത്തിയ നൂതന ചികിത്സയിലൂടെ കാസർഗോഡിന്റെ ചികിത്സാ രംഗത്ത് പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഡയാലൈഫ് ഹോസ്പിറ്റൽ. കുട്ടിയുടെ മൂത്രനാളത്തിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്താണ് ഡയാലൈഫ് ചികിത്സാ രംഗത്തെ തങ്ങളുടെ മികവ് തെളിയിച്ചത്. ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് 2 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ വൃക്കയ്ക്കും മൂത്രനാളിക്കും ഇടയിലുള്ള ജംഗ്ഷനിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്തത്. മംഗലാപുരത്തെ സീനിയർ യൂറോളജിസ്റ്റും കാസർഗോഡ് ഡയാലൈഫ് ഡയബറ്റിസ് ആൻഡ് കിഡ്നി ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഡോക്ടർ മൊയ്തീൻ നഫ്സീറിന്റെ നേതൃത്വത്തിൽ ഡയാലൈഫിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ മൂത്രനാളിയുടെ ഇടുങ്ങിയ ഭാഗം നീക്കം ചെയ്ത് ട്യൂബ് വൃക്കയുടെ ശേഖരണ സംവിധാനത്തിൽ വീണ്ടും ഘടിപ്പിച്ച് ശരിയായ മൂത്രപ്രവാഹം അനുവദിക്കുകയും കേടുപാടുകൾ, അണുബാധ എന്നിവ തടയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടത്തിയത്. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാസർഗോഡിൽ ഇല്ലാത്ത കൊണ്ട് ഞാനും ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, ഡയബറ്റോളജിസ്റ്റ്, കാസർഗോഡിൻ്റെ ഫേമസ് ഡയബറ്റോളജിസ്റ്റാണ്, അവരും ഞാനും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാസർഗോഡിൽ വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. സോ ഈ നമ്മളെ സെറ്റപ്പ് ഡയാലൈഫ് ഹോസ്പിറ്റൽ തുടങ്ങിയ ശേഷം എത്രയോ പേഷ്യൻറ്റുകൾ കിഡ്നിൻ്റെ, യൂറോളജിൻ്റെ, കല്ല്, പ്രോസ്റ്റേറ്റ്, കിഡ്നി ക്യാൻസർ, ഇങ്ങനത്തെ കുറേ പേഷ്യൻറ്റ് എവിടെ പോകണമെന്ന് മനസ്സിലാവാണ്ട് എവിടെയെല്ലാം പോയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ശരിക്കും കിട്ടാത്തവരെല്ലാം ഇവിടെ വന്നിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് സുഖമായിട്ട് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു കുട്ടിൻ്റെ റീസെൻ്റ്ലി അത് ജന്മന കുട്ടിക്ക് കിഡ്നിയിൽ നിന്ന് മൂത്രം താഴെ ശരിക്കും വരുന്നില്ല, ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. സോ അത് റിപ്പയർ ചെയ്തു. ഇപ്പോൾ ആ കുട്ടി ഫൈനാണ്. ജസ്റ്റ് 1.5-2 മാസമാണ് ആ കുട്ടിക്ക്. സോ ഇത് കുട്ടികളിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വന്നാൽ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കഥ എന്താ പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നമില്ലാതെ വെറുതെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കുട്ടികളിൽ വരില്ല. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. കുറേ പ്രാവശ്യം നമ്മൾ കാണുന്നത് എന്താ, കുട്ടികൾക്ക് മൂത്ര ഇൻഫെക്ഷൻ ആയാൽ ഈ പേരൻസ് ജസ്റ്റ് ഇത് ചൂടായി ഉഷ്ണമായി എറിഞ്ഞിട്ട് കുറേ ഇളനീരും പ്ലസ് ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും സിറപ്പ് എടുത്ത് കൊടുക്കില്ല, അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത പ്രശ്നം എന്ത്, കുറേ ദിവസം കഴിയുമ്പോഴേക്ക്, മാസക്കണക്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഇത് കിഡ്നി ബ്ലോക്കായിട്ട് കിഡ്നിയിൽ ഇൻഫെക്ഷനായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞ് കിഡ്നി ഫെയിലാവലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, ഇൻ കേസ് കുട്ടികളിൽ ഇൻഫെക്ഷൻ വന്നു, ഡയറക്റ്റ് പോയിട്ട് യൂറോളജിസ്റ്റിനെ കാണാം. യൂറോളജിസ്റ്റ് അല്ലാതെ വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് പീഡിയാട്രിഷ്യൻ. മാത്രം എപ്പോഴും ഒരു സ്കാന്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഇത്ര ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഇത് കിഡ്നിയിൽ ഇൻഫെക്ഷൻ ആണോ, ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ആണോ, അല്ല വേറെന്തോ പ്രശ്നമാണോ. മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് ആൻഡ് കിഡ്നി കെയർ ഹോസ്പിറ്റലാണ് ഡയാലൈഫ്. ഈ നൂതന ശസ്ത്രക്രിയ നടത്തിയതോടെ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് ഇനി കാസർഗോഡിന് വൻ നഗരങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ രീതിയും മിതമായ ചികിത്സാ നിരക്കുമെല്ലാം കാസർഗോട്ടുകാർക്ക് സഹായകരവും ആശ്വാസകരവുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രപ്രസിദ്ധമായ ബായാർ ജാറം മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഖാം ഉറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ചരിത്രപ്രസിദ്ധമായ ബായാർ ജാറം മഖാം ഉറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്.
ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മോണു ഹാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലി ഹാജി, സെക്രട്ടറി മുഹമ്മദ് ഹാജി, ഖാദർ ഹാജി, ജമാഅത്ത് മുദ്രിസ് ഷുഹൈബ് ഇർഫാനി, ആദം ദാരിമി, റസാഖ് മിസ്ബഹി, സിറാജുദ്ദീൻ ഫൈസി ചേരാൽ, മജീദ് ദാരിമി, റസാഖ് ഇർഫാനി തുടങ്ങിയവർ സംബന്ധിച്ചു. 14 വരെയാണ് ഉറൂസ് നടക്കുക. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഖാമുറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന തലത്തിൽ മികച്ച SPC ഡ്രിൽ ഇൻസ്ട്രക്ടറായി ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TK ശശികുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. കൃത്യമായ ആസൂത്രണത്തോടെ ശാസ്ത്രീയമായി പരിശീലനം നൽകുന്നതിൽ ശശികുമാർ പുലർത്തുന്ന മികവാണ് സംസ്ഥാന തലത്തിലുള്ള അംഗീകാരത്തിന് അർഹനാക്കിയത്. കാസർഗോഡ് പോലീസിന്റെ അഭിമാനമായി ശശികുമാർ TK സംസ്ഥാനതലത്തിൽ മികച്ച SPC ഡ്രിൽ ഇൻസ്ട്രക്ടറായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ശശികുമാർ. ബദിയടുക്ക പോലീസിന് ലഭിച്ച അംഗീകാരം കൂടിയായി ശശികുമാറിന്റെ നേട്ടം മാറി. പോലീസിൽ 19 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന ശശികുമാർ കഴിഞ്ഞ 10 വർഷമായി SPC ഡ്രിൽ ഇൻസ്ട്രക്ടറാണ്. നിലവിൽ പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ഡ്രിൽ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെ ശാസ്ത്രീയമായി പരിശീലനം നൽകുന്നതിൽ ശശികുമാർ പുലർത്തുന്ന മികവാണ് സംസ്ഥാന തലത്തിലുള്ള അംഗീകാരത്തിന് അർഹനാക്കിയത്. പെരിയാപ്പാക്കം കൂട്ടക്കനി സ്വദേശിയാണ്. അന്വേഷണ മികവിലൂടെ പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശശികുമാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ മുളിഗദ്ദെ ഡിവിഷനിൽ പ്രചരണം ശക്തമാക്കി LDF. വർഷങ്ങളായി ജനപ്രതിനിധിയായിരുന്ന അബ്ദുൾ റസാഖ് ചിപ്പാറിനെയാണ് മുളിഗദ്ദെ പിടിച്ചടക്കുവാൻ CPM നിയോഗിച്ചിരിക്കുന്നത്. ജനകീയ നേതാവും ഒപ്പം പൈവളികെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകിയ ആളായതിനാലും മുളിഗദ്ദയിൽ അബ്ദുൾ റസാഖ് ചിപ്പാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയാണ് LDF പങ്കുവയ്ക്കുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഡിവിഷൻ ആയതിനാൽ തന്നെ മുളിഗദ്ദെ ഡിവിഷനിൽ വിജയിക്കുക എന്നത് ഇത്തവണ LDFന് പ്രധാനമാണ്. അതിനാലാണ് വർഷങ്ങളായി പൊതുജന സേവന രംഗത്തുള്ള അബ്ദുൾ റസാഖ് ചിപ്പാറിനെ തന്നെ ഇവിടെ കളത്തിലിറക്കിയത്. പൈവളികെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകിയ ആളായതിനാൽ തന്നെ ഏവർക്കും സുപരിചിതനായ നേതാവാണ് അബ്ദുൾ റസാഖ് ചിപ്പാർ. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുന്നതിലും എന്നും മുൻപന്തിയിലുണ്ടാകാറുള്ള അബ്ദുൾ റസാഖ് ചിപ്പാർ ജനങ്ങളുമായി വളരെയേറെ ആത്മബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. സ്ഥാനാർത്ഥിയായത് മുതൽ ജനങ്ങൾ നൽകുന്ന പിന്തുണ പ്രത്യേകം എടുത്തുപറയുന്ന അബ്ദുൾ റസാഖ് ചിപ്പാർ വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ അബ്ദുൾ റസാഖ് ചിപ്പാർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മുളിഗദ്ദെ ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ 25 വർഷത്തിൻ്റെ ഇടയിൽ 20 വർഷം ജനപ്രതിനിധിയായിരുന്നു. ഒരു പ്രാവശ്യം മാണിപ്പാടി വാർഡിൽ നിന്നും 3 പ്രാവശ്യം ചിപ്പാർ വാർഡിൽ നിന്നും മത്സരിച്ചിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ 2010-15 കാലഘട്ടത്തിലും 2020-25 കാലഘട്ടത്തിലും പയ്യോളിക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പയ്യോളിക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി നേതൃത്വപരമായ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം പയ്യോളി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് LDF പിടിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ബാലസംഘം തൊട്ട് SFI മുതൽ സംഘടനാ പ്രവർത്തന രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തുള്ള എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുളിഗദ്ദെ ഡിവിഷനിലെ എല്ലാ വികസനത്തിനും നേതൃത്വപരമായ പങ്കുവഹിക്കുമെന്നും ഞാൻ ഉറപ്പു തരുന്നു. നാടിന്റെ വികസനത്തിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടി അബ്ദുൾ റസാഖ് ചിപ്പാർ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിജയസാധ്യത ഏറെയാണെന്ന നിഗമനമാണ് LDFും പങ്കുവയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ജനസമ്മതിയും നാടിനായി നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം വോട്ടായി മാറിയാൽ മുളിഗദ്ദെ വാർഡിൽ മാറ്റത്തിന്റെ കാറ്റുവീശുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുത്തതോടെ മുളിഗദ്ദെ ഡിവിഷനിൽ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് മുന്നണികൾ നടത്തുന്നത്.
വീടുകളിൽ കയറിയും യോഗങ്ങൾ സംഘടിപ്പിച്ചുമെല്ലാം വോട്ടുകൾ ഉറപ്പിക്കുവാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിവിഷനിലെ എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശ കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോടോംബേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കോടോംബേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി കാലിച്ചാനടുക്കത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പണം ഒരുപാടുള്ളത് കൊണ്ടാണെങ്കിലും അല്ല, ഈ കേരളത്തിലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ടവരും ഇടത്തരക്കാരും കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള പ്രായം ചെന്നവർക്ക് അവരുടെ കൈകളിലേക്ക് പൈസ എത്തുമ്പോൾ അത് കുടുംബത്തിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അത് മാത്രമാണോ? കേരളത്തിൽ വിവിധ ക്ഷേമ പെൻഷനുകളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് പണ്ടുള്ള അത് അവർക്കും 2000 രൂപ തന്നെയാണ്. അതുമാത്രമല്ല, ഭർത്താവ് മരിച്ചുപോയാൽ അവർക്ക് പെൻഷനുണ്ട്. ഭർത്താവ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവർക്ക് പെൻഷനുണ്ട്. അല്ലാതെ വേറെ പലതരത്തിലുള്ള അതിക്രമത്തിന് വിധേയമായിട്ട് അച്ഛനില്ലാതെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർക്ക് പെൻഷനുണ്ട്. ഇപ്പൊ പുതുതായിട്ടുള്ള ഒരു പെൻഷൻ, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇത് കൊടുക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ സ്ഥാനാർത്ഥി റീന തോമസ് എന്നിവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി P ദാമോദരൻ സ്വാഗതവും പ്രസിഡന്റ് TK രാമചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. കോടോംബേളൂരിലെ LDFന്റെ 21 സ്ഥാനാർത്ഥികളും 3 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കുത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി, ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനകളും അനുബന്ധ ചടങ്ങുകളും നടന്നത്. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാർത്തിക വിളക്ക് ഉത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി, ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനകളും അനുബന്ധ ചടങ്ങുകളും നടന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഉപ്പിലിക്കൈ EV ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ, പള്ളിക്കര സുഭാഷ് മാരാരും സംഘവും ചേർന്നുള്ള തായമ്പക, M നന്ദനയുടെ പരിശീലനത്തിൽ ക്ഷേത്രം മാതൃസമിതിയിലെ 40ഓളം ആളുകൾ പങ്കെടുത്ത തിരുവാതിരയും ശ്രദ്ധേയമായി. ക്ഷേത്രം പ്രസിഡന്റ് PV ജയചന്ദ്രൻ, സെക്രട്ടറി സജിത് മോനാച്ച, ട്രഷറർ PV ചന്ദ്രൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ M പ്രമോദ് പണിക്കർ, ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി അജിത മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞിരപ്പൊയിൽ കുട്ട്യാനം പച്ചക്കുണ്ട് അയ്യപ്പ ഭജനമഠം 10ാം വാർഷികത്തിൻ്റെയും ആഴിപൂജ മഹോത്സവത്തിനും തുടക്കം. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കുട്ട്യാനം പച്ചക്കുണ്ട് ശ്രീ അയ്യപ്പ ഭജനമഠം 10ാം വാർഷികവും ആഴിപൂജ മഹോത്സവത്തിനും തുടക്കമായി. പരിപാടിയുടെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി, അയ്യപ്പ ഭജനമഠ കമ്മിറ്റി, മാതൃസമിതി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ AC നന്ദകുമാർ മാസ്റ്റർ, കൺവീനർ V മുകേഷ് കുട്ട്യാനം, അയ്യപ്പ ഭജനമഠം സെക്രട്ടറി N സന്തോഷ്, പ്രസിഡന്റ് K വിജേഷ്, ഖജാൻജി ചിത്രൻ പച്ചക്കുണ്ട്, മാതൃസമിതി സെക്രട്ടറി A സീമ, പ്രസിഡന്റ് ഗായത്രി പച്ചക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും കലവറ ഘോഷയാത്രയിൽ പങ്കാളികളായി. ആഴിപൂജ മഹോത്സവത്തിൻ്റെ ഭാഗമായി വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര, പേട്ടതുള്ളൽ, ആഴിപൂജ, കനലാട്ടം,
ഭജന, ദീപാരാധന, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാകവി പിയുടെ ജീവിതം സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും. ദുബൈ എഗേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറവങ്കര നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഹാകവി പിയുടെ മകൾ ലീലമ്മാളിൻ്റെ മകൻ മുരളി വടയേക്കുളം പിയുടെ വേഷത്തിൽ എത്തുന്നു. കവി നാലപ്പാടം പത്മനാഭൻ മഹാകവി ചങ്ങമ്പുഴയായി അഭിനയിക്കുന്നു. ചലച്ചിത്ര താരങ്ങളായ ഡോക്ടർ വൃന്ദ മേനോൻ, കാർത്തിക വിജയകുമാർ എന്നിവർ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞിലക്ഷ്മി അമ്മയെ അവതരിപ്പിക്കുന്നു. വിഷ്ണു വെള്ളിക്കോത്ത്, പ്രിയ മാവില കണ്ടോത്ത്, അരവിന്ദൻ വെള്ളിക്കോത്ത്, രാകേഷ് ക്ലായിക്കോട്, സുധാകരൻ വെള്ളിക്കോത്ത്, മാസ്റ്റർ അമർനാഥ്, മാസ്റ്റർ അദ്രുത് എം, തേജ് ദേവ്, മീര ഗോവിന്ദ് രാജ്, ശിവദ കുക്കൾ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ക്യാമറ ശ്യാം ഓളിയക്കാലും ക്യാമറ സഹായം അജു വെള്ളിക്കോത്തും. സഹസംവിധാനം സിജി രാജൻ കാഞ്ഞങ്ങാട്. കലാസംവിധാനം ചമയം എന്നിവ ജനൻ കാഞ്ഞങ്ങാടും കല പ്രസാദ് വെള്ളിക്കോത്തും നിർവഹിക്കുന്നു. ഡോക്യുമെൻ്ററി സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിക്കോത്ത് മഹാകവി പിയുടെ മകൻ വി രവീന്ദ്രൻ നായർ നിർവഹിച്ചു. മഹാകവി പിയുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമയാക്കിയാണ്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് വെച്ചും കൂടാളി, കൊല്ലങ്കോട്, പട്ടാമ്പി, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ മഹാകവിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പകർത്തുകയാണ് ഞങ്ങളുടെ ഒരു കർമ്മമായിട്ട്, കടമയായിട്ട്, ഒരു നിയോഗമായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ മഹാകവി പി ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മഹാകവി പിയുടെ കൊച്ചുമകൻ മുരളിയാണ്. അതുപോലെ രവിമാഷാണ് മഹാകവിയുടെ പിയുടെ മകൻ രവിമാഷാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അതുപോലെ കൊച്ചുമകൾ ജയശ്രീ ചേച്ചി ഇവിടെ സാന്നിധ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ യൂണിറ്റിലെ എല്ലാ ആളുകളുടെയും ഒരു സന്തോഷം, ഒരു നിയോഗം, ഒരു ചരിത്ര നിയോഗമായിട്ട് ഇത് ഞങ്ങൾ കണക്കാക്കിയാണ്. പിയുടെ മകൾ ലീലമ്മാളിൻ്റെ മകൾ ജയശ്രീ വടയേക്കുളം, പത്രപ്രവർത്തകൻ ബാലഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളിക്കോത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കരയിൽ നടന്നു. ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ആസിഫിന്റെ മരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പരസ്പരം പോരടിച്ച് നേതാക്കൾ. നവ്യാനുഭൂതി പകർന്ന് ഉപ്പളക്കാർ സംഗമം. ദുബായിൽ ഒത്തുചേർന്നത് 2000-ലധികം പ്രവാസികൾ. മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കുള്ള പോരാട്ടത്തിൽ SDPI ഇത്തവണ സ്വതന്ത്രരായി മത്സരിക്കും. പ്രകടന പത്രിക പുറത്തിറക്കി. ചരിത്രപ്രസിദ്ധമായ ബായാർ ജാറം മഖാമുറൂസിന് തുടക്കമായി. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഖാമുറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. കോടോംബേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.